തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാവൂർപടി നടത്തുന്ന സാരഥിയോടൊപ്പം എന്ന പരിപാടിയിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് CK ആലിക്കുട്ടിയാണ്. ചെപ്പുകുളത്തിൽ ആലിക്കുട്ടി, CK ആലിക്കുട്ടി എന്നാണ് അറിയപ്പെടുന്നത്. എനിക്ക് ആലിക്കുട്ടിനെ പരിചയം ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവാണ്. മാപ്പിള കലകളുടെ ഒരു ഇഷ്ടത്തോയനാണ്. മാത്രമല്ല ഈ വട്ടപ്പാട്ട് മത്സരം യുവജനോത്സവങ്ങളിൽ ഇടം പിടിക്കാൻ കാരണക്കാരനായ ഒരു പ്രധാന വ്യക്തിയാണ് നിങ്ങൾ. അതേപോലെ തന്നെ യുവജന ദേശീയ അവാർഡ് വാങ്ങിയിട്ടുണ്ട്. മറ്റൊരു സംഗതി, നമ്മുടെ നാട്ടിൽ നിന്നും അങ്ങ് ഡൽഹി വരെ സൈക്കിൾ ചവിട്ടി യാത്ര പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ ഏറെ വിശേഷം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സമയത്ത് പ്രത്യേകം എടുത്ത് പറയാനുള്ള ഒരു കാരണം, ഇത് 8ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. എല്ലാം മത്സരിച്ചിരിക്കുന്നത് സ്വന്തം നാടായ കുന്നമംഗലം പഞ്ചായത്തിലേക്ക് വേണ്ടിയാണ്. ഇത് 8ാം തവണയാണ് മത്സരിക്കുന്നത്. ഒറ്റ തവണയും ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ജയിക്കാനായിട്ടില്ല എന്നുള്ളതാണ്. ഇത് ജയിക്കാനുള്ള പടപ്പുറപ്പാടാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് ഇങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു മുന്നണിയുടെ കൂടെ നിൽക്കാതെ ഒറ്റക്ക് മത്സരിക്കാനുള്ള കാരണം എന്താ? ഒറ്റക്ക് മത്സരിക്കാനുള്ള കാരണം, രാഷ്ട്രീയക്കാർക്ക് അധികാര വടംവലിയ. ഒരു വാർഡിൽ 10-ലധികം സ്ഥാനാർത്ഥികളാകാൻ പറ്റുന്നവരുണ്ട്. രണ്ടാമത്തത് സ്വജനപക്ഷപാതം. സ്വന്തം രാഷ്ട്രീയക്കാരെ സേവിക്കുക, അവർക്ക് വേണ്ടി എന്തും ചെയ്യുക, പൊതുജനങ്ങൾക്കല്ല, പൊതുവായിട്ടും അല്ല. മൂന്നാമത്തെ അഴിമതി. ഈ മൂന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ പിന്മാറി. അങ്ങനെ ഒറ്റക്കാണ്. ഒറ്റക്ക്. അപ്പൊ ഈ ഒറ്റക്ക് മത്സരിക്കുന്ന സമയത്ത് കൂടെ ആരാ ഉള്ളത്? കൂടെ വാർഡിലെ ജനങ്ങളുണ്ടാവും. വാർഡിലെ ജനങ്ങളുണ്ടാവുന്ന ഒരു സാധാരണ വർത്തമാനമാണ്. അല്ല, രാഷ്ട്രീയത്തില് സജീവമല്ലാത്ത പലരും നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രാവശ്യം മത്സരിക്കുന്നത് നെച്ചിപ്പോയിൽ 5ാം വാർഡിലാണ് മത്സരിക്കുന്നത്. എന്ത് തരത്തിലുള്ള ഒരു ഗൃഹപാഠവുമായിട്ടാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ? ജനങ്ങളുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ, പഞ്ചായത്തിൽ വരാതെ ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കാരണം 20 വാർഡ് കേന്ദ്രീകരിച്ച്, 20 വീട് കേന്ദ്രീകരിച്ച് ഒരു സ്ക്വാഡ്, ഒരു ആള്, ഇവരെ ഓരോരോ മാസത്തിലും ഇവരെ ക്ഷേമം അന്വേഷിച്ച് വിളിക്കും. അവർക്ക് ഇങ്ങോട്ട് വിളിക്കാനുള്ള ഒരു സംവിധാനം. നിങ്ങൾ ക്ലസ്റ്റർ രൂപീകരിച്ചുകൊണ്ട് മൊത്തം വാർഡുകൾ 20 എണ്ണമായി വീതിച്ചുകൊണ്ട് ഓരോ ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുക. അതിന് നിങ്ങൾക്ക് സന്നാഹമുണ്ട്, അതിനുള്ള പ്രവർത്തകരുണ്ട്. അപ്പൊ ആലിക്കുട്ടി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 5ാം വാർഡിലെ വീട്ടിലെ ഒരാളും തന്നെ അവരുടെ വ്യക്തി ആവശ്യത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്തും വില്ലേജിലും ഓരോ ഓഫീസിലും കറങ്ങണ്ട. എല്ലാ കാര്യങ്ങളും, അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് വീട്ടുപടിക്കലേക്ക് എത്തിച്ചു കൊടുക്കും. വീട്ടിന്റെ ഉള്ളിൽ എത്തിച്ചു കൊടുക്കും. ആ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ 5ാം വാർഡില് ഇത്രയും നാളുകൾ ഭരിച്ചിരുന്ന ആളുകൾ അവിടെ എന്തൊക്കെയോ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ വികസനത്തില് കണ്ട പ്രധാനപ്പെട്ട പോരായ്മകൾ എന്താണ്? പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഇവര് പ്രാപ്തരല്ല. കാരണം പൂർത്തീകരിക്കുന്നില്ല, ഒരു പദ്ധതികളും പൂർത്തീകരിക്കുന്നില്ല. ഒരു പൈപ്പ് പൊട്ടിയാൽ വന്ന് നോക്കുന്നില്ല. ഒരു വീട് വീണാൽ അവർക്ക് വേണ്ട സത്ര നടപടി സ്വീകരിക്കുന്നില്ല. അവര് എന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഏത് വികസനത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് അത് പോരായ്മയായിട്ട് കാണുന്നത്? പോരായ്മ ഇത് തന്നെ, പൂർത്തീകരണമല്ല. ഏതാണ് ഒരു ഉദാഹരണത്തിന്? ഒരു റോഡ് നമ്മൾ ടാർ ചെയ്ത് എന്തെങ്കിലും കാരണവശാൽ അത് പൊട്ടിപ്പൊളിഞ്ഞാൽ ആ സഡൻ നടപടി വലിയ സ്വീകരിക്കില്ല. ഇവർക്ക് ചെയ്യാൻ പറ്റും. 5ാം വാർഡിൽ നിങ്ങൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതി എന്താണ്? അടുത്തതോ, അത് തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് തൊഴിൽ സംബന്ധമായ പാത കാട്ടിക്കൊടുക്കും. ഫസ്റ്റില് അവിടെ എന്തെങ്കിലും തൊഴിൽ സംരംഭം, അതായത് തൊഴിലെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും സംരംഭം തുടങ്ങാനുള്ള സാധ്യതകൾ കാണുകയും പലരുമായി ബന്ധപ്പെടുകയും ചെയ്യുകയും ചെയ്യും. അതല്ല, അങ്ങനെ വല്ല സാധ്യതകൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കണ്ടെത്തിയിരുന്നു, പക്ഷെ നമുക്ക് അധികാരമില്ലാത്തത് കൊണ്ട്. നിങ്ങൾക്ക് അധികാരമില്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്ലാൻ ഉണ്ടാവുമല്ലോ. അതെന്താണ് ജനങ്ങളോട് പറയാൻ പറ്റുന്നത്? എന്ത് പ്ലാനാണ് അത്? നമ്മുടെ പലവ്യഞ്ജനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, അത് ബൾക്കായിട്ട് എടുത്തിട്ട് ഒരു വ്യവസായം പോലെ സെപ്പറേറ്റ് ചെയ്ത് വിതരണം ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം 5ാം വാർഡിലെ ഇത്രയും നാള് വ്യത്യസ്ത പാർട്ടികളായിക്കൊള്ളട്ടെ ആരെങ്കിലും വന്ന് ഭരിച്ചിട്ടുണ്ടാവും. അവിടെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ സ്ഥിതി എന്താണ്? അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? ഉദാഹരണമായി ഇപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യം, ഈ കുടിവെള്ളം കിട്ടാത്ത എത്രയെങ്കിലും സ്ഥലങ്ങളോ അല്ലെങ്കിൽ വീടുകളോ ഇപ്പോഴുണ്ട്.
കുടിവെള്ളം കിട്ടാത്തതും പൈപ്പ് പൊട്ടിയിട്ട് എത്തിപ്പെടാത്തുണ്ട്. അതേമാതിരി തന്നെ ഈ പൊതു വഴികൾ വഴികളുണ്ട്. ടാറിടാതെ ധാരാതി സഞ്ചാരയോഗ്യമല്ലാത്ത അല്ലാത്ത വഴികളൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്. ഒരുപാടില്ല, ഉണ്ട്. അതേപോലെ തന്നെ അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കളിസ്ഥലങ്ങളൊന്നുമില്ല. അവര് പലരെയും വീടുകളിലും പറമ്പുകളിലൊക്കെ പൊതു കളിക്കുന്നു. ശ്മശാനം എങ്ങനെയാണ്? ശ്മശാനം ആ വാർഡിലില്ലെങ്കിലും പഞ്ചായത്തിലുണ്ട്. പക്ഷെ അവിടെയും ചെറിയ ഈ വാർഡിൽ ആവശ്യമുണ്ടോ? ഈ വാർഡിൽ ആവശ്യമില്ല. ഉന്നതിയുണ്ടോ അവിടെ? പുരോഗതി ഉണ്ട്. അതല്ല, പിന്നെ നമ്മൾ നേരത്തെ കോളനി എന്ന് പറയുന്ന രീതിയിലുള്ള അതിലേക്ക് പേര് മാറ്റി, സർക്കാർ പേര് മാറ്റി ആ വ്യവസ്ഥയിൽ എത്തിച്ചിട്ടില്ല. ഇല്ല. ഇതൊക്കെ അവിടുത്തെ പോരായ്മകളാണ്. നിങ്ങളിപ്പോഴേ കഴിഞ്ഞ തവണ നിങ്ങൾ മത്സരിച്ച് പരാജയപ്പെട്ടു, അതിന് മുമ്പൊക്കെ പരാജയപ്പെട്ടു. ഇങ്ങനെ പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? അതിലും ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കും. വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. അപ്പൊ നിരന്തരം സേവനത്തിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇനിയിപ്പം ഇവരെ തോൽപ്പിച്ചാലും സേവനം നിർത്തൂല. ഇത് ജയിക്കും, അധികാരത്തിൽ വരികയും ചെയ്യും. കാരണം 12 സീറ്റിലായി UDF ജയിക്കും, 11 LDFും ഒരു സ്വതന്ത്രനും ജയിക്കും ഈ വർഷം. ആ സ്വതന്ത്രൻ ഞാനാണ്. അതില് പിന്നെ UDFന്റെ ഭാഗത്ത് ചിലപ്പോൾ ഒരു താമരയൊക്കെ ആയിപ്പോകും. അന്നപ്പം ഒരു സീറ്റിനുള്ള വിഷയം കൊണ്ട് ഞാൻ നിൽക്കുന്ന പാർട്ടി ഭരിക്കും. അപ്പം പ്രസിഡന്റും ആവും. ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങളുടെ മുമ്പിലേക്ക്. കൂട്ടത്തിലൊരു കാര്യം ചോദിക്കട്ടെ, CK ആലിക്കുട്ടിയുടെ ഒരു രാഷ്ട്രീയ ചിന്ത ഉണ്ടാവും. അത് LDFനോട് ചേർന്നാണോ അതോ UDFനോട് ചേർന്നിട്ടാണോ? ആദ്യം ഞാൻ പിന്നെ ഒരു 20 വയസ്സ് വരെ MSFും മുസ്ലിം ലീഗും ചെറിയൊരു പ്രശ്നത്തിന്, ഒരു സഹായത്തിന് ഞാൻ എൻ്റെ നേതാക്കന്മാരെടുത്ത് തന്നു. അവരത് ഉൾക്കൊണ്ടില്ല. ആ സങ്കടത്തിൽ ഞാൻ പിന്നെ അതിൽ നിൽക്കാനും പലതിലും നിൽക്കാൻ വിഷമം വന്നു. അങ്ങനെ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു. അവിടെയാണ് അധികാര വടംവലിയും സ്വജനപക്ഷപാതവും അഴിമതിയും കൂടുതൽ കണ്ടത്. അന്നപ്പം നമസ്കാരം പറഞ്ഞ് സ്വതന്ത്രനായിട്ട് നിന്നു. പിരിഞ്ഞല്ല. പിന്നെ ജനതാദൾ ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊക്കെയും പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു. കാരണം നമ്മൾ സെറ്റോ സൗണ്ടോ ഒക്കെ വെച്ച് പരിപാടി സംഘടിപ്പിച്ചാൽ നമുക്ക് സംസാരിക്കാൻ വേദി ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാർ വരും, ആ ലീഡേഴ്സ് സംസാരിക്കും, നമ്മളോട് അടങ്ങിയിരുന്നോളാൻ പറയും. അന്നപ്പോൾ നമ്മളെ പ്രവർത്തന മേഖല ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല. അങ്ങനത്തെ വിഷമം വന്നതുകൊണ്ട് സ്വതന്ത്രനായി. സ്വന്തമായി ചില പദ്ധതികളും ചിന്തകളും ഉണ്ട്. അത് ജനങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾ പ്രവർത്തിച്ച കിട്ടാത്തത് കൊണ്ടാണ് നിൽക്കുന്നത്. CK ആലിക്കുട്ടി ഫറൂഖ് കോളേജിൽ പഠിച്ച ഒരാളാണ്. ആ സമയത്ത് തന്നെയാണ് അബ്ദുസമദ് സമദാനി അവിടെ പഠിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ തമ്മിലുള്ള ആ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അബ്ദുള്ള മണിമ C മമ്മൂട്ടി MLA ആയിരുന്നു. അദ്ദേഹം ഈ നമ്മുടെ ഈ അബ്ദുസമദ് സമദാനി അദ്ദേഹം മുമ്പ് സിമി പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലിൽ, ഞാൻ ഫസ്റ്റ് പ്രീ ഡിഗ്രി, അബ്ദുസമദ് സമദാനി ഫൈനൽ PG, അത്ര വ്യത്യാസമുണ്ട്. അന്നപ്പം MSFൽ പ്രവർത്തിച്ച് കുന്നമംഗലത്ത് നിന്ന് ഫറൂഖ് കോളേജിൽ എത്തിയപ്പോൾ നല്ല പ്രാസംഗികനാണ് അന്നും സമദാനി. ആര് പ്രസംഗം കേട്ടാലും അദ്ദേഹത്തിൻ്റെ പിന്നിലായിപ്പോവും, മുമ്പിൽ നിൽക്കൂല, ഏത് പാർട്ടിയായാലും. അങ്ങനെ ഞങ്ങൾ MSFൽ കൂടെ പ്രവർത്തിക്കുന്നവർ വൈകിട്ട് എന്നും മൂപ്പരെ റൂമിൽ ചെല്ലും. നിങ്ങൾ ഇതിൽ നിന്നാൽ മുന്നോട്ട് പോകില്ല. ഒന്നെങ്കിൽ KSUവിൽ നിൽക്കുക, കോൺഗ്രസ് കൊണ്ടുപോകും, അല്ലെങ്കിൽ MSFൽ നിൽക്കുക, മുസ്ലിം ലീഗ് കൊണ്ടുപോകും. അല്ലാതെ സിമിക്ക് ഒരു പ്രോഗ്രസീവായിട്ട് ദേശീയ തലത്തിൽ എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഫൈനൽ PG അദ്ദേഹം പഠിക്കുമ്പോൾ ഒരു 6 മാസം മുമ്പേ MSFലേക്ക് വരാൻ പ്രവർത്തിച്ച് വരുത്തിച്ചൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ. ഇപ്പോഴും അബ്ദുള്ള മണിമുണ്ട്, അദ്ദേഹം ഡോക്ടറായിരുന്നു, റിട്ടയർഡ് ആയിട്ടുണ്ടാവും. C മമ്മൂട്ടി MLA ആയിട്ടുണ്ട്. പിന്നെ 2-3 സുഹൃത്തുക്കൾ അവർ അസുഖം മൂലം മരണപ്പെട്ടു പോയതാണ്. ജംഷീർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുടെ പാരമ്പര്യമുണ്ട്. ഈ നെച്ചിപ്പോയിൽ 5-ാം വാർഡിലെ ജനങ്ങളെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത്രയും ആത്മവിശ്വാസം വരാനുള്ള കാരണം എന്താണ്? കാരണം ഇത് പ്രവർത്തിച്ച അതിന്റെ പ്രവർത്തന ഫലം ഇതുവരെ ആയിട്ട് കണ്ടല്ലോ. 10-40 വർഷമായല്ലോ നിൽക്കുന്നത്. എല്ലാ ജനങ്ങൾക്കും നേരിട്ട് അറിയുകയും ചെയ്യാം, പറയുകയും ചെയ്യും. എന്താണ് ജനങ്ങളോട് നേരിട്ട് പറയാൻ? ജനങ്ങളോട് പറയാനുള്ളത് രാഷ്ട്രീയം നോക്കണ്ട, ജാതിയോ മതമോ രാഷ്ട്രീയമോ
ഒന്നും നോക്കണ്ട, നിങ്ങൾ പന്തിന് വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഈ പറഞ്ഞത് അല്ലാതെ അതിലധികം ചെയ്യാൻ ഞാൻ സ്വന്തമായിട്ടും സർക്കാരിൻ്റെ തലങ്ങളിലും തയ്യാറാണെന്നാണ് എനിക്ക് സ്വന്തം ജനങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ സി കെ ആലിക്കുട്ടി കലാപ്രവർത്തനങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ജനസേവനവുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്. ഇനി ഒരു മത്സരത്തിന് കാത്തിരിക്കാതെ ഇതിലെങ്കിലും വിജയിക്കട്ടെ എന്ന് തീർച്ചയായും ആശംസിക്കുകയാണ്. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.